ഹായ് ഹലോ നമസ്കാരം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബീഫ് സ്റ്റൂവും അപ്പവും. അപ്പൊ അതൊന്ന് കാണാം നമുക്ക്. ഇതിന് സവോള, ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് ഇതെല്ലാം അവിടെ ഇട്ടിട്ട് വഴറ്റണം. അതിപ്പോൾ ഈ ജീരകം വേണം, കിഴങ്ങ് വേണം, അപ്പം ഈ കറുവപ്പട്ട വേണം. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്ക് വഴറ്റാം. അപ്പോൾ ആദ്യമായിട്ട് ഒരു പാൻ വെച്ച് അതിലോട്ട് എണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് ജീരകവും നമ്മുടെ ഏലക്ക, കറുവപ്പട്ട ഇതെല്ലാം കൂടി ഇട്ടിട്ട് വഴറ്റണം. അത് വഴണ്ട് വരുമ്പോഴത്തേനും കുറച്ച് കറിവേപ്പില, അത് കഴിയുമ്പം നമ്മുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. അത് വഴണ്ട് വരുമ്പോൾ ഒരു ലേശം ഉപ്പോടെ ഇടാമെങ്കിൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും. അതെല്ലാവർക്കും അറിയാമല്ലോ. അപ്പം അത് നല്ലതായിട്ട് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തോട്ട് ഉരുളക്കിഴങ്ങ് കൂടി ഇടണം. ആ ഉരുളക്കിഴങ്ങ് ഇട്ട് വഴറ്റി നല്ലപോലെ ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേനും അതിൻ്റെ കളറ് മാറും, സ്മെല്ലൊക്കെ നമുക്ക് അറിയാൻ പറ്റും. കറിയുടെ സ്മെല്ല് വരും. അപ്പം ആ സമയത്ത് നമുക്ക് ലേശം കുരുമുളക് പൊടിച്ചത് ഇട്ട് കൊടുക്കണം. ലേശം മതി, ചെറിയ എരിവിന്. ഓവർ വേണ്ട കേട്ടോ, ഒരു സ്പൂണൊക്കെ അത്രയും മതി. അത് ഇട്ട് നല്ലതായിട്ട് വഴറ്റി വരുമ്പോഴത്തേന് പിന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ഈ ബീഫിലിടുന്ന മസാലയില്ലേ, ഇറച്ചി മസാല, അതുകൂടി ഇട്ട് അത് ഒരു സ്പൂണ് അതും ഇട്ടിട്ട് നല്ലപോലെ വഴറ്റണം. വഴറ്റിയതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇട്ട് മൂടി വെച്ച് വേവിക്കാം. കുറച്ച് വെള്ളം മതി, മൂടി വെച്ച് വേവിക്കാം. അത് വെന്തതിന് ശേഷം നമ്മൾ ആദ്യം ബീഫ് നമുക്ക് വേവിച്ച് വയ്ക്കണേ. അത് ഞാൻ കാണിച്ചില്ലായിരുന്നു. അപ്പം ബീഫ് വേവിച്ച് വെച്ചിട്ട് നമ്മൾ ലേശം മതി, ഒരു 250 ഗ്രാം മതി. അപ്പോൾ അത് വേവിച്ചിട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് ഇളക്കി മൂടി വെച്ച് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് വേകണം. വെന്ത് കഴിയുമ്പോഴത്തേനും അതേണ്ടേ ഈ പരുവാവും. എന്താ വെള്ളമൊക്കെ ഏകദേശം ഒരു വറ്റി വരുന്ന സമയം, എന്നാൽ തീരെ വറ്റണ്ട, വറ്റി വരുന്ന സമയത്ത് നമുക്ക് തേങ്ങാപ്പാലെടുത്ത് ഒഴിച്ച് പെട്ടെന്ന് തന്നെ അത് കുറുകും. ഇതിന് അണ്ടിപ്പരിപ്പോ മറ്റുള്ളതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഇത് നല്ല ടേസ്റ്റിയാണ്. എല്ലാവരും കുറുകാൻ വേണ്ടിയിട്ട് അണ്ടിപ്പരിപ്പ് ഒക്കെ അരച്ച് ചേർക്കും, പക്ഷേ ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിങ്ങനെ നല്ലതായിട്ട് ഇപ്പോൾ കുറുകി വരും, കണ്ടോണം നിങ്ങൾ. അത്രയ്ക്ക് ടേസ്റ്റിയാണിത്, വളരെ രുചികരമാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇങ്ങനൊന്ന് ചെയ്ത് നോക്കണേ. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പൊറുക്കണേ, കാരണം ആദ്യമായിട്ടുള്ള വീഡിയോ എടുക്കലല്ലേ, അതുകൊണ്ട് എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല. അപ്പം നമുക്ക് അപ്പവും കൂട്ടി ഒന്ന് അടിക്കാം. രാവിലെ അപ്പവും സ്റ്റൂവുമായിരുന്നു. അപ്പം ഹസ്ബൻഡിനും കൊച്ചിനും കൊടുത്തു. അപ്പം അവർക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു കേട്ടോ. കൊച്ചു പറയുന്നത് കേട്ടോ, അവൻ 2-3 വട്ടം വാങ്ങിച്ച് കഴിച്ചെന്നുള്ളതാണ്. അങ്ങനെ ഒരുമാതിരിപ്പെട്ടതൊന്നും കഴിക്കുന്ന ടൈപ്പൊന്നും അല്ല. അവൻ്റെ വണ്ണം കാണുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, പക്ഷേ ഇത് അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പം എല്ലാവരും എൻ്റെ വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.